പല ആളുകളും നേരിട്ട് കാണുമ്പോഴും വാട്സപ്പ് വഴി ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ച് അറിയിക്കുമ്പോഴൊക്കെ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, ഉസ്താദേ ഞാൻ എന്ത് തുടങ്ങിയാലും പരാജയത്തിലാണ്, ഒന്നിലും ഒരു വിജയം കാണുന്നില്ല. ഞാൻ തുടങ്ങിയ അതേ കാര്യം തന്നെ മറ്റൊരുത്തൻ തുടങ്ങിയാൽ അതിൽ വിജയമുണ്ടാകുന്നു, അവനക്ക് സന്തോഷമുണ്ടാകുന്നു, അവന് ഹാപ്പി ഉണ്ടാകുന്നു. എനിക്കതിലൊന്നും വിജയിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഉസ്താദ് എനിക്ക് പറ്റിയത് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. ബിസിനസ്സുകളിൽ തകർച്ചയുള്ളവര്, അങ്ങനെ തുടങ്ങി കച്ചവടം പൊട്ടിയവര്, ചതികളിൽ പെടുന്നവര്, ഇങ്ങനെ ഏത് വിഷയങ്ങളിലും പരാജയപ്പെടുന്ന ആളുകളെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഏതു കാര്യം തുടങ്ങുമ്പോഴും ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും റബ്ബാകുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അവനെ തവക്കുലാക്കിയിട്ട് ഇറങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റബ്ബാണ് നമുക്ക് ജീവൻ നൽകിയത്, റബ്ബാണ് നമുക്ക് അതിനുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ, കച്ചവടം തുടങ്ങാൻ, ഒരു സംരംഭം ആരംഭിക്കാൻ അതിനുള്ള സാമ്പത്തിക ശേഷി തന്നത് റബ്ബാണ്. അപ്പൊ ആ റബ്ബിനെ തവക്കുലാക്കിയിട്ട് ആ വിഷയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നന്നായി പരിഗണിക്കണം, റബ്ബിനെ തവക്കുലാക്കിയിട്ട് തന്നെ തുടങ്ങണം. അതിന് പറ്റുന്ന ഒരു മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ആർക്കൊക്കെയാണ് ഇത് ഉപകരിക്കുക? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര്, തുടങ്ങിയവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇനി മുതൽ റാഹത്താവാൻ എന്നുള്ള നിയ്യത്ത് കരുതിയിട്ട്, അതേപോലെ തന്നെ ഏത് വിഷയങ്ങൾക്കും വിവാഹം ശരിയാകേണ്ട ആളുകൾക്ക്, അതേപോലെ തന്നെ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക്, വീട് വിൽപ്പന നടക്കേണ്ടവർക്ക്, ഏത് വിഷയങ്ങളും, ഒരാളൊരു വീട് എടുക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിൽ എന്ത് വിഷയങ്ങൾ തുടങ്ങുന്നുണ്ടോ അതിലൊക്കെ അള്ളാഹുവിനെ തവക്കുലാക്കി തുടങ്ങാനും പ്രത്യേകം അള്ളാഹുവിന്റെ ഒരു പരിഗണനയും നോട്ടമൊക്കെ ലഭിക്കാൻ കാരണമാകുന്ന അതിമഹത്തായ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ കൃത്യമായിട്ട് മുഴുവനായിട്ട് കണ്ടു മനസ്സിലാക്കിയിട്ട് നിങ്ങളത് കൃത്യമായി അതിനനുസരിച്ച് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ പലരും ഇപ്പോ കുറഞ്ഞ ദിവസങ്ങളായിട്ട് ഈ അടുത്ത് നമുക്കൊരു ഡേറ്റ് ഫ്രീ ആയ ദിവസം കിട്ടാത്തത് കൊണ്ട് പലർക്കും നമുക്ക് ഡേറ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നേരിട്ട് വരാനുള്ളൊരു സമയം അത്രയും തിരക്കുള്ള സമയങ്ങളാണ്. കാരണം റമദാനിന്റെ തൊട്ടടുത്ത് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. അപ്പൊ ഇതില് ഒരു ഗ്യാപ്പ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. എന്നാൽ പലരും വിളിക്കുമ്പോൾ അവരുടെ പേരും അവരുടെ നമ്പറും ഒക്കെ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് വീണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഏകദേശം ഒരു 300-400ഓളം ആളുകളുടെ പേരും നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു 400 ആളുകളൊക്കെ ഒരുമിച്ച് വന്നാൽ നമുക്ക് നോക്കാനുള്ള പ്രയാസം അറിയാം. അതുകൊണ്ട് തന്നെ അതിൽ പാർട്ടാക്കിയിട്ട് നമുക്ക് ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് അത് അറിയിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ നേരിട്ട് വരാനുള്ള അവസരം കിട്ടാതെ പോയപ്പോൾ അവര് നമ്മൾ ജോലി ചെയ്യുന്ന പള്ളിയിലേക്ക്, നമ്മൾ സേവനം ചെയ്യുന്ന ദർസ് നടത്തുന്ന ആ പ്രദേശത്തേക്കൊക്കെ വന്നിട്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അവിടെ എത്തിയാൽ നമുക്ക് തീരെ സമയം ഉണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങൾ അവിടെ ദർസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നമുക്ക് തീരെ സമയം കിട്ടില്ല അവിടെ വന്നാലും. അതുകൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ, ബുക്കിംഗ് ചെയ്യാതെ ഒരാളും തന്നെ വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് കൃത്യമായി ഇവിടെ ആളുകൾ റെക്കോർഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നമ്പറിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും അങ്ങോട്ട് കോൾ ചെയ്യും എന്നറിയിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾ വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന ആളുകൾക്ക് നമ്മൾ മാക്സിമം റീപ്ലൈ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ദർസിന്റെ പേര് മുൽഹിറുസുന്ന ബ്രൈറ്റ് അക്കാദമി എന്നാണ് നമ്മുടെ ദർസിന്റെ പേര്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ അവർ മദ്രസകളിലും സ്കൂളുകളിലൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, എക്സാം കഴിയാനായവരുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വെക്കേഷനോടുകൂടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ മക്കളെ ദീന് പഠിപ്പിക്കണം എന്ന ഉദ്ദേശം കരുതിയിരിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. പല ആളുകളും നമ്മെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 20ഓളം
അഡ്മിഷന്റെ ഡോക്യുമെന്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ കൃത്യമായ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട്. അവരോടൊന്നും നമ്മൾ എല്ലാവരോടും ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളെ അങ്ങോട്ട് വിളിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 1-2 ആഴ്ചന്റെ ഉള്ളിൽ നമ്മുടെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വിളിക്കും. അപ്പോൾ തന്നെ ഞാൻ അറിയിക്കുന്നുണ്ട്. ചില ആളുകളെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. നിങ്ങൾ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ രേഖകൾ തന്നിട്ടുണ്ട്, ആധാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളിവിടെ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറെ കുട്ടികൾ വരുമ്പോൾ നമ്മൾ അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് യോജിച്ച രൂപത്തിലാണ് അഡ്മിഷൻ എടുക്കുക. അപ്പൊ ആരും തന്നെ അതൊക്കെ ഉറപ്പിക്കപ്പെട്ടു എന്ന രൂപത്തിൽ ആരും ഇരിക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിൽ കുറഞ്ഞ ആളുകളെ മാത്രമേ അതിൽ നിന്ന് അഡ്മിഷൻ എടുക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് എന്തായാലും ഒരു 2 ആഴ്ചന്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആക്സെപ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇനിയും അഡ്മിഷൻ ആഗ്രഹമുള്ള രക്ഷിതാക്കള് നേരത്തെ തന്നെ കോൺടാക്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വൈകുന്നതിനനുസരിച്ച് അതിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞത്, ഏതു വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തവക്കുലാക്കി ഇറങ്ങാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന, അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ച് ഇറങ്ങുക. അത് നമ്മുടെ കച്ചവടം തുടങ്ങുന്നതാവട്ടെ, ആദ്യമായിട്ട് പ്രവാസ ലോകത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രവാസിയാകാൻ ഉദ്ദേശിക്കുന്നവനാകട്ടെ, എന്തെങ്കിലും ഒരു വിഷയം തുടങ്ങാനിരിക്കുന്നവരാവട്ടെ, വീട് പണി തുടങ്ങാനിരിക്കുന്നവരാകട്ടെ, ഒരു ഭൂമി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചവരാവട്ടെ, ഏത് വിഷയങ്ങളാണെങ്കിലും, മകളുടെ വിവാഹം തീരുമാനിച്ചു, ഇങ്ങനെ തുടങ്ങി മകളുടെ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഏത് വിഷയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് വിഷയത്തിനും നല്ലൊരു റാഹത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പവിത്രതയുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സൂറത്തിന്റെ പ്രത്യേകത, ഈ സൂറത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറങ്ങിയത് 70,000 മലക്കുകള് തസ്ബീഹും തഹ്മീദും ചൊല്ലിയിട്ട് ആ 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് ഈ സൂറത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ 70,000 മലക്കുകളുടെ കാവല്, ആ മലക്കുകളുടെ പ്രാർത്ഥന, ആ മലക്കുകളുടെ ദുആ, ആ മലക്കുകളുടെ ഹിഫ്ള്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ സൂറത്ത് ഓതുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ്. പൂർവ്വസൂരികളായ, നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കൾ, അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാന്മാർ, അവരൊക്കെ അവരുടെ ഏത് വിഷയങ്ങൾ തുടങ്ങുമ്പോഴും ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. വിവാഹം ആരംഭിക്കുന്ന സമയത്ത്, വീട് പണി തുടങ്ങുന്ന സമയത്ത്, അതിന്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ അവർ ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു. ഏത് സൂറത്താണോ ആ സൂറത്ത് എന്നറിയോ? ആ സൂറത്താണ് സൂറത്തുൽ അൻആം. ഞാൻ എന്നോട് നേരിട്ട് വരുന്ന പലർക്കും അവര് ഉസ്താദേ ഞാനൊരു കച്ചവടം തുടങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോ തന്നെ ഞാൻ പറയല്, ഇൻഷാ അല്ലാഹ് അതിന്റെ തുടക്കത്തിൽ നിങ്ങൾ സൂറത്തുൽ അൻആം പാരായണം ചെയ്യണം, നിർബന്ധമായിട്ടും പാരായണം ചെയ്യണം. ഉസ്താദിന്റെ ഭൂമി വിൽക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഭൂമിയിൽ പോയിരുന്ന് സൂറത്തുൽ അൻആം പാരായണം ചെയ്യണം. പലരും ഇത് കേട്ടവരുണ്ടാവും, ഞാൻ നേരിട്ട് തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓതിയാൽ ആ വിഷയത്തിൽ അവന് പിന്നെ ഖേദിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ആ വിഷയത്തിൽ അവനക്കൊരു പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുത, അസൂയാലുക്കളുടെ ഭാഗത്തു നിന്നുള്ള അസൂയ, കണ്ണിന്റെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള കണ്ണീർ, ഇങ്ങനെ തുടങ്ങിയ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന വളരെ പവിത്രതയേറിയ സൂറത്താണ് ഈ സൂറത്ത്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് രോഗികളുടെ സമീപത്ത് വെച്ച് ഓതി ആ രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്താലൊക്കെ നല്ല ഫലമുള്ള സൂറത്താണ്. അപ്പൊ എല്ലാ വിഷയങ്ങൾക്കും ഈ സൂറത്ത് നമുക്ക് ഓതാവുന്നതാണ്. ഇതേ സൂറത്ത് പൂർണ്ണമായും ഓതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ സൂറത്തിന്റെ ആദ്യ 3 ആയത്തുകൾ, ആ ആദ്യ 3 ആയത്തുകൾ ഈ സൂറത്തിന്റെ ആദ്യ 3 ആയത്തുകൾ ഓതുന്ന ആളുകൾക്ക് മലക്കുകളുടെ ദുആ ലഭിക്കുമെന്നാണ്, മലക്കുകളുടെ കാവല് ലഭിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ കാവലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ സൂറത്തിന്റെ 103-ാമത്തെ ആയത്ത്, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ
ഖബീർ എന്ന് പറയുന്ന ഈ ആയത്ത് ഓതുന്ന ആളുകൾ അപകടങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണമുണ്ടാകും, അവർക്ക് അപകടങ്ങൾ ഉണ്ടാകില്ല. അപ്പൊ ഈ ആയത്ത് കാണാതെ പഠിച്ചാൽ മതി, വളരെ എളുപ്പമല്ലേ ഈ ആയത്ത് കാണാതെ പഠിക്കാൻ. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഈ ആയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയത്താണ്. ഈ ആയത്ത് കാണാതെ പഠിക്കുക. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, അപകടങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ മഹാന്മാർ ഓരോ ആയത്തുകളെ കുറിച്ചും വിശദീകരണം നൽകുന്ന ഒരു മഹത്തായ ആയത്താണ് സൂറത്തുൽ അൻആമിലെ 3-ാമത്തെ ആയത്ത്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആമിലെ 141-ാമത്തെ ആയത്ത്, സൂറത്തുൽ അൻആമിലെ 141-ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ നമ്പർ പറയുന്നത് നിങ്ങൾക്ക് ഇനി വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്ത്, ഞാനിവിടെ എഴുതി കാണിക്കുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്ത് ഈ സൂറത്ത് എടുത്ത് നമ്പർ എടുത്താൽ മതി. അതിനു വേണ്ടിയിട്ടാണ് സൂറത്തുൽ അൻആമിലെ 141-ാമത്തെ ആയത്ത്. അതിന്റെ തുടക്കം വഹുവല്ലദീ അൻശഅ ജന്നാത്തിൻ മഅറൂശാത്തിൻ വഗൈറ മഅറൂശാത്ത് വന്നഖല വസ്സറഅ മുഖ്തലിഫ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആയത്തിൽ ആഖിരിഹി, അതിന്റെ അവസാനം വരെ. ആ ആയത്ത് ലാ യുഹിബ്ബുൽ മുസ്ലിഫീൻ അതുവരെയുള്ള ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്ലിഫീൻ വരെയുള്ള 141-ാമത്തെ ആയത്ത്. ആ ആയത്ത് അത് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ എഴുതി വെക്കുക. അതേപോലെ തന്നെ കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഓതുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതൊക്കെ ശുദ്ധമായ സ്ഥലത്ത് ചെയ്തു വെക്കണുണ്ടോ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വലിയ ബറക്കത്ത് ഉണ്ടാകും എന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സൂറത്തുൽ അൻആം മുഴുവനായിട്ട് നമ്മുടെ ഏത് വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും ഓതുന്നവർക്ക് ലഭിക്കുന്ന അതിമഹത്തായ നേട്ടങ്ങളാണ് നാം ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏത് വിഷയത്തിലും റബ്ബിനെ തവക്കുലാക്കിയിട്ട് അള്ളാഹുവിനെ തവക്കുലാക്കുന്നവർക്ക് അത് മതി എന്നല്ലേ, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പൊ റബ്ബിനെ തവക്കുലാക്കിയിട്ട് ഒരു വിഷയത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന അതിമഹത്തായ സൂറത്താണ് സൂറത്തുൽ അൻആം. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അൻആം പാരായണം ചെയ്യുക. ഏത് വിഷയത്തിന്റെയും തുടക്കത്തിൽ നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കളൊക്കെ അവരുടെ വിഷയങ്ങൾ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അത് വലിയ കാവലാണ്, വലിയ ബറക്കത്താണ്, ജീവിതത്തിൽ അഭിവൃദ്ധി ലഭിക്കാൻ കാരണമാകും. നാം ചെയ്യുന്ന ഏത് അമലുകളെ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഖൈറുകളെ നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഏത് അമൽ കൊണ്ടാണ്. അപ്പൊ ഓരോ അമലുകളും കേൾക്കുമ്പോൾ, ഞാനിപ്പോ വീഡിയോകൾ ഒരുപാട് അമലുകൾ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ അതിന്റെ താഴെ എഴുതി അറിയിക്കും, ഉസ്താദെ ഞാൻ ഉസ്താദ് പറഞ്ഞ അമലുകളൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. 12,000 ബിസ്മിയുടേത് ചൊല്ലി, ഉസ്താദെ യാ ലത്തീഫ് ചൊല്ലി, സൂറത്തുൽ ഫത്ഹ് ചൊല്ലി, സൂറത്തു യാസീനിന്റെ കുറെ അമൽ പറഞ്ഞല്ലോ അതൊക്കെ ചൊല്ലി. ഈ പറഞ്ഞ അമലുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. ഇതൊരു ഇബാദത്തും കൂടെയല്ലേ. നമ്മളിവിടെ പറയുന്നത് ഖുർആൻ കൊണ്ടുള്ള അമലാണ്. അള്ളാഹുവിന്റെ അതിവിശിഷ്ട ഇസ്മുകള് 99 നാമങ്ങള്, അതിലെ പ്രത്യേകമായ ഇസ്മുകളെ കൊണ്ട് അമലുകളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ആ ഹദീസിന്റെ വചനങ്ങളിലൂടെ കണ്ട അദ്കാറുകളും തസ്ബീഹുകളൊക്കെ കൊണ്ടുള്ള അമലുകളാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടുകൂടെ ആര് ചെയ്യുന്നോ വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള അമലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ചെയ്യുക. എത്ര ആളുകളാണെന്നറിയണോ ഓരോ ദിവസവും അനുഭവങ്ങൾ പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഈ 12,000 ബിസ്മിയുടെ അമലിന്റെ വീഡിയോ, അതേപോലെ തന്നെ യാ ലത്തീഫിന്റെ അമലിന്റെ വീഡിയോ, ഹസ്ബുനല്ലാഹയുടെ അമലിന്റെ വീഡിയോ, അതിന്റെയൊക്കെ താഴെ നിങ്ങൾ എഴുതി നോക്കൂ, ഉസ്താദെ അതിലൊക്കെ എത്ര ആളുകൾ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ജോലി കിട്ടുമെന്ന് ഒരിക്കലും നനച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉസ്താദിന്റെ വീഡിയോ കാണുന്നത്. അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഞാൻ അതുപോലെ ചെയ്തു, വിശ്വാസത്തോടുകൂടെ ചെയ്തു, എനിക്ക് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ എൻ്റെ കാര്യം സാധിച്ചു എന്ന് പറഞ്ഞ് ഒന്നൊന്നല്ല ഒരുപാട് അനുഭവങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വിശ്വാസത്തോടുകൂടെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് ലഭിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ ശരീഫ് സമാഗതമാകാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സമയം നമ്മുടെ മക്കളുടെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. SSLC, +2, ഡിഗ്രി തുടങ്ങിയ PSC എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് മുഅ്മിനീങ്ങൾ ഓരോ വീഡിയോസും അയക്കുമ്പോൾ അതിന്റെ താഴെ എഴുതി അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ അതിനൊക്കെ റീപ്ലൈ കൊടുത്തിരുന്നു. ഇപ്പൊ റീപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല, അത്രമേൽ മെസ്സേജുകൾ വരുന്നത് കൊണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വായിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ആ സമയത്ത് തന്നെ ദുആ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ ശരീഫാണ് വരുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവരും ഒന്ന് എഴുതി അറിയിക്കുക. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം. നിങ്ങളൊക്കെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയില്ലേ? അതൊക്കെ നനച്ചുളി നടത്തണം. നനച്ചുളി എന്നുള്ളത് ഗാർഹികവുമുണ്ട് ശാരീരികവുമുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഗാർഹികമായ നനച്ചുളി ഞാൻ നമ്മുടെ ഭാഷയിൽ പറയണം. ഗാർഹികമായ നനച്ചുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അകത്തളം, വീടിന്റെ പരിസരം, വീടിന്റെ റൂം, ഇങ്ങനെ തുടങ്ങി വീടിന്റെ എല്ലാ ഭാഗങ്ങളൊന്നും പൊടി തട്ടി വൃത്തിയാക്കുന്ന ഒരു ശൈലി പണ്ട് മുതലേ ഉണ്ട്. ആ ഒരു ശൈലിയിൽ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. നിങ്ങളൊക്കെ അതിന് തയ്യാറെടുത്തോ? അത് തുടങ്ങിയോ? കുറച്ച് സമയമെടുക്കും. അപ്പൊ ഓരോ ദിവസം ഓരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ടാകും അല്ലേ. അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. അതിനേക്കാളും ഉപരി നമ്മുടെ ഗാർഹികമായ നനച്ചുളിനേക്കാളും ഉപരി നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മാനസികമായ, നമ്മുടെ ശാരീരികമായ, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ആ ഒരു നനച്ചുളിയും കൂടെ അതിന്റെ കൂട്ടത്തിൽ നടത്തണം. ഈ രണ്ട് നനച്ചുളിക്കും വേണ്ടി ഇനി തയ്യാറായാലും മതി, ഇതുവരെ തയ്യാറാകാത്ത ആളുകളെ. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് എല്ലാവരും ഇറങ്ങണം. നമ്മൾ പഴയ കാലത്തെ എല്ലാവരും കാണാം, വീടിന്റെ ഉള്ളും പുറമൊക്കെ കൃത്യമായി വൃത്തിയാക്കി റമളാനിനങ്ങ് സ്വീകരിക്കാൻ വേണ്ടി ആ റാക്കിന്റെ മുകളിൽ ഫാൻ ഇങ്ങനെ തുടങ്ങി എല്ലാം ക്ലീൻ ചെയ്യും. റാക്കൊക്കെ എടുത്ത് അതിൽ മുഴുവൻ പൊടിയൊക്കെ തട്ടി ഓരോ ഗ്ലാസും എടുത്ത് അത് പ്രത്യേകം കഴുകി, അതുവരെ തൊടാത്ത പാത്രങ്ങളൊക്കെ എടുത്ത് പ്രത്യേകം കഴുകി ശുദ്ധീകരിക്കുന്ന നല്ലത് തന്നെയാണ് റമളാനിനെ സ്വീകരിക്കാൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ റമളാനിനെ ആദരിച്ചുകൊണ്ട് ചെയ്താൽ അത് വലിയ പ്രതിഫലാർഹം തന്നെയാണ്. അത് മാത്രം മതി ഒരു പക്ഷേ വിജയിക്കാൻ, റമളാനിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ. അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഹൃദയത്തിന്റെ ഒരുപാട് ദോഷങ്ങളുണ്ട്. ഗൈബത്ത്, നമീമത്ത് തുടങ്ങി നമ്മുടെ ഹൃദയങ്ങളെ മലീമസമാക്കുന്ന, ഹൃദയങ്ങൾ കറുത്തുപോകാൻ കാരണമായ ഒരുപാട് പാപങ്ങളുണ്ട്. മറ്റുള്ളവരോടുള്ള വെറുപ്പ്, മറ്റുള്ളവരോടുള്ള വിദ്വേഷം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല സ്വഭാവങ്ങളും ദുശീലങ്ങളും ഹൃദയത്തിൽ നിന്ന് മാറ്റി ആ ഹൃദയം ശുദ്ധിയോടുകൂടെ റമളാനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ തന്നെ ധാരാളം നന്മകൾ ചെയ്യാം. റമളാനിന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറാവുക. ഏതെങ്കിലും ഉമ്മമാര്, ഉപ്പമാര്, സഹോദരന്മാര്, സഹോദരിമാര് റമളാനിലെ നോമ്പുകളെ ഖളാ വീട്ടാനുണ്ടെങ്കിൽ ഇനി കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ, അതൊക്കെ വേഗം ഖളാ വീട്ടുക. ഈ റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാനിന്റെ ഗ്യാപ്പിലാണ് വരുന്നതെങ്കിൽ അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അതിന് പിന്നെ എക്സ്ട്രാ മുത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ അങ്ങനെ പിന്തിപ്പിക്കാൻ പറ്റുകയുമില്ല. മാക്സിമം ഈ കാലയളവിൽ തന്നെ അത് വീട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിക്കണം. എത്രയാണ് ഖത്മ് ചെയ്യേണ്ടത്, അതിന് ഞാൻ എത്ര പേജുകൾ ഓതണം എന്നതൊക്കെ തീരുമാനമെടുത്ത് ഈ റമളാൻ നമ്മുടെ അവസാന റമളാനാണെങ്കിൽ കഴിഞ്ഞുപോയ ജീവിതമൊക്കെ പോട്ടെ, 35 വയസ്സായവര്, 40 വയസ്സായവര്, 50 വയസ്സായവര്, 60 വയസ്സായവര്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഏജുകൾക്കിടയിലുള്ളവരില്ലേ നമ്മുടെ കൂട്ടത്തില്, അവരോടൊക്കെ ഞാൻ പറയണേ, ഈ വ്യത്യസ്തങ്ങളായ വയസ്സുകൾക്കിടയിലുള്ള നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഈ 60 വർഷക്കാലം, ഈ 50 വർഷക്കാലം, 35, 55 വയസ്സുള്ള ഉമ്മ, 70 വയസ്സുള്ള ഉമ്മമാര് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഉപ്പമാര് കേൾക്കുന്നുണ്ടെങ്കിൽ, 50 വയസ്സുള്ള ഉപ്പമാര്, 40 വയസ്സുള്ള ഉമ്മമാര്, ഉപ്പമാര് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ വയസ്സൊക്കെ അങ്ങ് പോട്ടെ, ഈ ഒരൊറ്റ റമളാൻ മാത്രം മതി. ഈ റമളാൻ നിങ്ങൾ വളരെ നല്ല രൂപത്തിൽ ജീവിക്കാൻ തയ്യാറായാൽ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്ത് ഈ ഒരൊറ്റ റമളാൻ കൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ സാധിക്കും. അങ്ങനെയാണ് പടച്ച റബ്ബ് റമളാനിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റമളാനിനെ നമ്മുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും സ്വീകരിക്കാൻ തയ്യാറായി റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക.
നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജ്‌ലിസ് എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 ആരംഭിക്കുന്നുണ്ട്. മഹത്തായ അസ്മാഉൽ ഹുസ്ന, അതായത് റാത്തീബ്, സൂറത്ത് യാസീൻ, ഹബീബായ തങ്ങൾ ഉൾപ്പെടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ സകല അംബിയ, ഔലിയ, ശുഹദാ ഇവരുടെയൊക്കെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് വലിയ റാഹത്ത് ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്ന, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന, ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്ന, വിർദുൽ ലത്തീഫ് ചൊല്ലുന്ന, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന അതിവിശിഷ്ടമായ മജ്‌ലിസ് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കണം. അതിലേക്ക് പങ്കെടുക്കാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിലുണ്ട്. നിങ്ങളൊന്നും ചെയ്യണ്ട, ഈ ഒരു ചാനൽ അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കിട്ടും. സയ്യിദ് മുഹമ്മദ് അർഷദ് അൽ ബുഖാരി അടിച്ചെടുത്താൽ നിങ്ങൾക്ക് മജ്‌ലിസിൽ പങ്കെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ മജ്‌ലിസ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ, ഇൻഷാ അല്ലാഹ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ ഈ മജ്‌ലിസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് കാരണമായിട്ട് നമുക്ക് മജ്‌ലിസിൽ പങ്കെടുക്കാൻ പറ്റും, നന്മകൾ ചെയ്യാൻ കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പലരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ബോധപൂർവം ഫോൺ എടുക്കാതിരിക്കുന്നതല്ല. ഒരു മിനിറ്റിൽ 4 ഫോണുകളൊക്കെയാണ് വരുന്നത്. എങ്ങനെ നമ്മൾ എടുക്കാൻ കഴിയൂല. അപ്പൊ ഞാൻ അധികം ഫോൺ എടുക്കല് ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അവര് ഫോൺ എടുത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെക്കും. അതാവുമ്പോൾ എളുപ്പമാണ്. ഇത് ഞാൻ തനിച്ചാകുന്ന സമയത്ത് എനിക്ക് ഫോൺ എടുക്കാൻ കഴിയൂല. എനിക്ക് അതിനപ്പുറം ഒരുപാട് തിരക്കുകളുണ്ട്. അതിനിടയ്ക്ക് ഈ ഫോണുകൾ അറ്റൻഡ് ചെയ്യൽ പ്രയാസമാണ്. എങ്കിലും ഞാൻ ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയം ഒരു അരമണിക്കൂറൊക്കെ ഞാൻ മെസ്സേജുകൾ റീപ്ലൈ കൊടുക്കാനും ഗൗരവമുള്ള മെസ്സേജുകൾ ശ്രദ്ധിക്കാനൊക്കെ സമയം മാറ്റിവെക്കാറുണ്ട്. എന്നാൽ ഈ റമളാനിനോട് അടുത്ത ഈ സമയത്ത് ചിലപ്പോൾ അതിനും സമയം കിട്ടലില്ല. എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒന്നും ബോധപൂർവം ഫോൺ എടുക്കാത്തതല്ല, എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ സാധുക്കളായ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ബുക്കിങ്ങിന് വേണ്ടി നമ്പർ തന്നവർക്കൊക്കെ ഇവിടുന്ന് സമയം ഫ്രീ ആകുന്നതിനനുസരിച്ച് വിളിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.